കോഴിക്കോട് ഈങ്ങാപ്പുഴ കൊലപാതകത്തിൽ പ്രതി യാസിറിന്റെ കാറിൽ നിന്ന് ഒരു കത്തിയും ബാഗും കണ്ടെത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്ത കാറിൽ നിന്നാണ് ഈ ആയുധങ്ങൾ കണ്ടെത്തിയത്. ഒരു വലിയ കത്തിയും ഒരു ചെറിയൊരു കത്തിയുമാണ്. അപ്പോൾ വലിയ കത്തിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ കസ്റ്റഡിയിലാണ് കാറുള്ളത്. താമരശ്ശേരി സിയുടെ സാന്നിധ്യത്തിൽ അന്വേഷണ സംഘം വന്നിട്ടാണ് കൃത്യമായിട്ട് അതിന്റെ കത്തി തൊണ്ടി മുതൽ എടുത്ത് കൃത്യമായി സീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഈ വിഷയത്തിൽ പഴുതുകൾ അടിച്ചിട്ടുള്ള അന്വേഷണമാണ് നടത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കണ്ടെത്തിയ കത്തികൾ തന്നെയാണ് ഇന്നലെ കൊല്ലാൻ ഉപയോഗിച്ചത്. പ്രതി നേരിട്ട് കാണിച്ചു തന്നാണ് ഇതാണെന്ന്. അതോടൊപ്പം തന്നെ കാറിലെ ബ്ലഡും കാര്യങ്ങളൊക്കെ തന്നെ ഫോറൻസിക് വിഭാഗം കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സലാം മുഹമ്മദ് വീണ്ടും ചേരുന്നു. സലാം, ഈ കൃത്യത്തിന് ഉപയോഗിച്ച കത്തി തന്നെയാണോ കാറിൽ നിന്ന് കണ്ടെടുത്തത്? ബാഗിൽ എന്താണ് ഉണ്ടായിരുന്നത്? പോലീസിന്റെ തുടർ നീക്കങ്ങൾ ഇനി എങ്ങനെ? സംഘം ഈ കൊലപാതകം നടന്ന ഷിബ്ലയുടെ വീട്ടിലെത്തി പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ യാസിന്റെ കാറിൽ നിന്നാണ് ഇപ്പോൾ കൊലപാതകത്തിന് ഉപയോഗിച്ചു എന്ന് കരുതുന്ന ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. യാസിന്റെ കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ചാണ് കണ്ടെത്തിയത്. അതിനുശേഷം പോലീസ് അന്വേഷണത്തിലാണ് അല്ലെങ്കിൽ പരിശോധനയിലാണ് ഈ രീതിയിൽ ആയുധങ്ങൾ കണ്ടെത്തിയത്. കൊലപാതകത്തിന് ഉപയോഗിച്ചതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പോലീസ് നൽകിയിട്ടില്ലെങ്കിൽ പോലും ആണെന്നുള്ളൊരു ഒരു പ്രാഥമിക വിലയിരുത്തലാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. താമരശ്ശേരി സിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ് കാർ സൂക്ഷിച്ചത്. അവിടെ നിന്നാണ് പോലീസ് രാവിലെ കാർ കണ്ടെത്തുകയും അതിനുശേഷം പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ രീതിയിൽ കൊലപാതകത്തിന് ഉപയോഗിച്ചെന്ന് കരുതുന്ന ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്തത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഫോറൻസിക് കാറിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇനി കൊലപാതകം നടന്ന ഈ ഷിബ്ലയുടെ, അതായത് ഈ കൊല്ലപ്പെട്ട ഷിബ്ലയുടെ വീട്ടിലെത്തിയാണ് യാത്ര കൊലപാതകം നടത്തിയത്. അവിടെ എത്തി ഫോറൻസിക് സംഘം പരിശോധന നടത്തും എന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയുന്നത്. ശരി സലാം.